फैमिली के साथ बड़ा जुड़ाव है वहाँ से और पीढ़ियों से वहाँ पर बढ़ते आए हैं। इसीलिए वहाँ के लोगों का भी कहना है और पार्टी के लोगों का भी कहना है कि पार्टी के लिए ये अच्छा होगा कि रायबरेली सीट वो रिटेन करे और इससे महत्वपूर्ण जो है जो वायनाड सीट पे वो लड़े हैं അല്പനിമിഷങ്ങൾക്ക് മുമ്പ് മല്ലികാർജുൻ ഖാർഗെ AICC പ്രസിഡന്റ് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നു. റായ്ബറേലി അദ്ദേഹം നിലനിർത്തുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് റായ്ബറേലി നിലനിർത്താനും വയനാട് ഒഴിയാനും രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നു എന്ന ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. രാഹുൽ വയനാട് വിടാൻ തീരുമാനിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി വയനാട് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും AICCയുടെ തീരുമാനം തീർച്ചയായിട്ടും UP-യിലെ മണ്ഡലം റായ്ബറേലി നിലനിർത്തണം എന്ന് തന്നെയാണ്. റായ്ബറേലി കോൺഗ്രസിന്റെ തട്ടകമാണെന്നും ഖാർഗെ പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് प्रियंका जी लड़ना चाहिए और इसीलिए हम पार्टी के ओर से और मेरे ओर से उनको धन्यवाद देता हूं कि हमारी बात को उन्होंने रखी है और माना है दोनों ने। इसीलिए मैं आपके सामने आके डिक्लेयर कर रहा हूं कि दोनों एक तो रायबरेली सीट रहेगी और वायनाड में भी वो प्रियंका जी रहने से वहाँ के लोगों को भी एक हिम्मत मिलेगी कि राहुल गांधी जी यहाँ से छोड़े तो भी वो छोड़ के तो जाने वाले नहीं है, छोड़े तो भी प्रियंका जी उन्होंने एक ये स्लोगन दिया है UP में जब ये हाथरस का ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്ത വരുന്നു. വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോത്തയിലേക്ക് വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുന്നു. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് വയനാട്ടിലെ ലോക്സഭാ മണ്ഡലം ഒഴിയുന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കും. ഏറ്റവും ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ കോൺഗ്രസുകാർക്ക് ആവേശം പകർന്നുകൊണ്ട് ആ വാർത്ത വരുന്നു. റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തും, വയനാട് അദ്ദേഹം ഒഴിയും. അവിടെ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി അവിടെ കടുത്ത രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കും എന്നുള്ള വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു. മല്ലികാർജുൻ ഖാർഗെ ഇപ്പോഴും മാധ്യമപ്രതിനിധികളെ കാണുകയാണ്. उन्होंने बहुत मेहनत की और वो भी हमको जिताए, तो जीत बहुत उनके हाथ में है। इसीलिए ये दोनों काम हम करने जा रहे हैं और आप सबको धन्यवाद। आपको बहुत अगर कांग्रेस वर्किंग कमेटी का फैसला नहीं मानेंगे तो मैं उनके ऊपर अनुशासनात्मक कार्रवाई करूंगा। ये आपका फैसला मान रहे कि नहीं मान रहे, ये सवाल। अरे वो आगे की बात है। आगे नहीं, आज के दिन का ये निर्णय है। अगर ये मानने के बाद ही आगे का आएगा वो भी मैं बता दूंगा। बट धमकी तो दी है, प्रेसिडेंट ने धमकी तो दी है। आई एम वेरी हैप्पी टू कंटेस्ट फ्रॉम नहीं मेरा सॉरी कट मेरा रायबरेली से और वायनाड से इमोशनल कनेक्शन है। पिछले 5 सालों में मैं वायनाड का MP था और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया, तो उसके लिए मैं दिल से धन्यवाद करता हूँ और पूरी ज़िंदगी उसको याद रखूँगा। प्रियंका वायनाड से चुनाव लड़ेगी, मगर मैं भी पीरियोडिकली वायनाड जाऊंगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे। रायबरेली का पुराना रिश्ता है, काफ़ी खुशी हो रही है कि मैं उनको फिर से रिप्रेजेंट करूंगा, मगर आसान निर्णय नहीं था, मुश्किल निर्णय था क्योंकि जुड़ाव दोनों के साथ। सो
പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു. അവിടേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു. അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലിയെ നിലനിർത്തും. AICC പ്രസിഡന്റാണ് ഡൽഹിയിൽ ഈ കാര്യം പ്രഖ്യാപിച്ചത്. റായ്ബറേലി കുടുംബവുമായി ഏറെ ബന്ധമുള്ള മണ്ഡലമാണെന്ന് പറയുന്നു. രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനുള്ള AICCയുടെ നീക്കത്തിൻ്റെ ഭാഗമായി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു. രാഹുൽ അദ്ദേഹത്തിന് വയനാടിനോട് സ്നേഹമുണ്ടെന്നും AICC പ്രസിഡന്റ് പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഒരു സീറ്റ് നിലനിർത്താനേ കഴിയൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു. വർത്തമാനകാല രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലി നിലനിർത്തണമെന്ന് തന്നെയാണ്. വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും തനിക്ക് സ്നേഹം നൽകിയെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിച്ചു. ജീവനുള്ള കാലവും വയനാട് തൻ്റെ മനസ്സിലുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. തൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന വാർത്ത വരുന്നു. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു. അതിനു പകരം അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നു. അവർ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെന്ന് അറിയുന്നു. ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് AICC പ്രസിഡന്റ് വെളിച്ചം വീശിയത് അല്പം മുമ്പ്. എന്തായാലും ഒരു സീറ്റ് നിലനിർത്താൻ തീരുമാനിച്ചു റായ്ബറേലി, മറ്റൊരു സീറ്റ് അദ്ദേഹം കൈയൊഴിയുന്നു വയനാട്. എന്നാൽ ആ വയനാട്ടിലേക്ക് സ്വന്തം സഹോദരി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങാൻ AICC അനുവദിക്കുന്നു. My doors are always open for you throughout the rest of my life, and I love every single person in Wayanad. Thank you. बहुत खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. और रायबरेली के साथ तो मेरा बहुत ही पुराना रिश्ता भी है, और 20 सालों से मैंने काम किया है दोनों रायबरेली और अमेठी में, तो वो रिश्ता तो कहीं मतलब किसी भी तरह से टूट नहीं सकता. उसको कायम रखने के लिए हम दोनों हैं, और भैया की मैं मदद रायबरेली में भी करूंगी, और जैसे इन्होंने कहा हम दोनों रायबरेली में भी हम दोनों मौजूद होंगे, और वायनाड में भी. दोनों को 2 सांसद मिल रहे हैं. सिंपल सी बात है. आपके पॉलिटिकल लाइफ का इलेक्टोरल डेब्यूट है. हर राजनेता चुनाव में जाना चाहता है. आप पहली बार चुनाव में जा रहे हैं. क्या कहेंगे इस बारे में? किस तरह की आपकी जो इस समय भावना है? And are you nervous? Not at all. I'm not nervous at all. बनना चाहिए इसको लेके पूरी पार्टी वाली. आपकी क्या राय है अपने भाई को लेकर? वो राय मैंने भाई को दे दी है. Thank you very much. Thank you. രാഹുൽ ഗാന്ധി അല്പം മുമ്പ് പറഞ്ഞത് വയനാടിനോട് തനിക്ക് വൈകാരിക ബന്ധമുണ്ട്. ജീവനുള്ള കാലത്തോളം വയനാട് തൻ്റെ മനസ്സിലുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോരാടാൻ വയനാട്ടിലെ ജനങ്ങളാണ് തനിക്ക് ഊർജ്ജം നൽകിയത്. വയനാട്ടിലെത്തുന്നത് തുടരുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുന്നു. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു. റായ്ബറേലി മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തുന്നുവെന്ന തീരുമാനം AICC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം വയനാട്ടിൽ അദ്ദേഹം നിരന്തരമായി എത്തും എന്ന് തന്നെയാണ്. അതുപോലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വയനാട്ടിൽ മത്സരിക്കുവാനും വയനാടിനെ പ്രതിനിധീകരിക്കുവാനും അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. എന്നാൽ റായ്ബറേലി നിലനിർത്തേണ്ട ആവശ്യം, രാഷ്ട്രീയ ആവശ്യമുണ്ട്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്നത് പോലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്നു. വയനാട്ടിൽ മത്സരിക്കാൻ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സഹോദരി എത്തുന്നു എന്ന ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കോൺഗ്രസ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചു.